മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. പ്രായോഗികത പരിശോധിച്ചാണ് തീരുമാനം വേണ്ടതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും വർദ്ധിപ്പിച്ചുകൊണ്ട് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ ഇത് മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് സമസ്ത അഭിപ്രായപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിലായിരുന്നു സ്വരാജിന്റെ പ്രതികരണം. സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. പ്രായോഗികത പരിശോധിച്ചാണ് തീരുമാനം വേണ്ടതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും വർദ്ധിപ്പിച്ചുകൊണ്ട് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ ഇത് മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന് സമസ്ത അഭിപ്രായപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിലായിരുന്നു സ്വരാജിന്റെ പ്രതികരണം. നാടക സാമൂഹിക പ്രവർത്തക നിലമ്പൂർ ആയിഷയ്ക്കെതിരായ സൈബർ ആക്രമണത്തെയും സ്വരാജ് അപലപിച്ചു. തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കാമെന്നാണ് കരുതുന്നത്. നിലമ്പൂർ ആയിഷയെ അസഭ്യവും അശ്ലീലവും പറയുന്നവരെ UDF നേതൃത്വം നിയന്ത്രിക്കണമെന്ന് സ്വരാജ് പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞതെന്നും സ്വരാജ് ചോദിച്ചു. സ്ഥാനാർത്ഥിയെ ആദ്യം പിന്തുണച്ചത് സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ നിരന്തരമായി സർക്കാരിനെ വിമർശിക്കുന്ന ആളാണ്. നിരവധി ആളുകൾ പിന്തുണയുമായി എത്തിയപ്പോൾ പലർക്കും സഹിക്കുന്നില്ല, സ്വരാജ് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രതിഷേധത്തിലും സ്വരാജ് പ്രതികരിച്ചു. ആശാപ്രവർത്തകരിലാണ് LDFന് വിശ്വാസമെന്നും ആശാപ്രവർത്തകരുടെ പേരിൽ സമരം ചെയ്യുന്നവരെ പരിഗണിക്കുന്നില്ലെന്നും സ്വരാജ് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ വേതനം ഇനിയും വർദ്ധിപ്പിക്കണം. ആശാവേതനം 7 ഇരട്ടി വർദ്ധിപ്പിച്ച LDFന് 8 ഇരട്ടിയാക്കാനാണോ ബുദ്ധിമുട്ടെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.